ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചില്ലി ചിക്കൻ ചെയ്യുമ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കോൺഫ്ലോറാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അതിന് കോൺ സ്റ്റാർച്ച് എന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1.5 മുതൽ 2 ടീസ്പൂൺ വരെ നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് പൊടികളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിന് പകരം നമ്മളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അല്ലാതെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കില്ല. മിക്സ് ചെയ്യുന്ന സമയത്ത് ആ മുട്ടയുടെ ആ ഒരു നനവിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് നമുക്ക് കുറഞ്ഞത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ താഴെ തട്ടിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഗ്രേവിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്നത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്താണ്ട് ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ക്യാപ്സിക്കോ നമ്മൾ ക്യൂബ് സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ക്യാപ്സിക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. 10-12 അല്ലി വെളുത്തുള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. കാരണം ഇതൊരു നാടൻ റെസിപ്പി അല്ലല്ലോ. അപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് നല്ലത്. ഏത് റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാണ്ട് എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നമുക്കിത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഡീപ്പ് ഫ്രൈ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മളിതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്താൽ ലാസ്റ്റേ നമ്മൾ ചിക്കൻ പീസ് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ അല്ല ഡീപ്പ് ഫ്രൈ തന്നെയാണ് ചെയ്തെടുക്കാനുള്ളത്. നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് ചിക്കൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വരട്ടെ. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിലേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അധികം ഓയിൽ ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഓയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് കുക്കായോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഗ്രേവി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗ്രേവി റെഡിയാക്കുന്ന വളരെ സിമ്പിൾ കാര്യമാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രിപ്പറേഷനാണ് ടൈം എടുക്കുന്നത്. അല്ലാതെ നമുക്ക് ഇത് ഫ്രൈ ആയി കിട്ടിയാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല നമുക്ക് ചില്ലി ചിക്കൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിന് വേണ്ടുന്ന ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ ഗ്രേവി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മളുടെ വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി ആയിരിക്കണം ഇഞ്ചിയുടെ ക്വാണ്ടിറ്റിയെക്കാട്ടിലും കൂടി നിൽക്കേണ്ടത് നമ്മൾ ചില്ലി ചിക്കൻ ചെയ്യുമ്പോഴേക്കും. അപ്പോൾ ഇതിനിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് എഗ് ചില്ലിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കാം. ഒന്ന് കയറി കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. നമുക്ക് ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം നമുക്ക് ഒരുപാട് നേരമൊന്നും ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. അപ്പോഴേക്ക് നമുക്കിതിലേക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ സോസസ് ആഡ് ചെയ്യാൻ. 2 ടീസ്പൂൺ സോയാ സോസ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടായിരുന്നില്ല. ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചില്ലി സോസിന് പകരമായിട്ട് ചില്ലി പൗഡറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സോസസ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോസ് ചേർക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം മുളക് പൊടി ആഡ് ചെയ്യാൻ. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സോസ് അല്ല, ചില്ലി സോസിന് പകരം ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് വേണ്ടുന്ന ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കോൺഫ്ലോറാണ് ആഡ് ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഗ്രേവി കയറി തിക്കാകും. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ കോൺഫ്ലോർ മിക്സൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ആ കോൺഫ്ലോറൊക്കെ നന്നായി ഒന്ന് കുക്കായി വരണം. അപ്പോൾ നമ്മളുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മളിതിൽ സോസസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സോസൊക്കെ ചേർത്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉപ്പിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കറക്റ്റാണ്, അതുപോലെ സോസസൊക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഗ്രേവിക്ക് നന്നായി ഒന്ന് പിടിച്ച് വരുന്നത് വരെ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ചില്ലി ചിക്കൻ. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. സ്പ്രിംഗ് ഒനിയൻ ചേർത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കാണാനൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.